സാറൊക്കെ എങ്ങനെയാണ് ഈ 12 മണിക്കൂറൊക്കെ ദിവസം പഠിക്കുന്നത്? ഒരു ദിവസം പഠിക്കുന്നത് പറ്റുന്നുണ്ട്. പക്ഷെ എനിക്കാണെങ്കിൽ ഒരു 12 മണിക്കൂർ ഞാൻ ഒരു ദിവസം പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അടുത്ത ദിവസം 2-3 മണിക്കൂറൊക്കെ പഠിക്കുന്നു. അല്ലേ തന്നെ 10 മണിക്കൂറിന് തന്നെ മുകളിൽ കഷ്ടിച്ച് മുക്കി മുക്കിയാണ് പോകുന്നത്. പക്ഷേ എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ വെച്ചിട്ട് പോർഷൻസ് ആണ് കവർ ചെയ്യണമെങ്കിൽ എല്ലാ ദിവസവും ഒരു 11-12 മണിക്കൂർ ഇരിക്കുന്നതാണ്. എക്സാംസിന് സിലബസ് കവർ ചെയ്യുക എന്നുള്ളതൊരു ചാലഞ്ചിങ് ഫാക്ടർ തന്നെയാണ്. ബട്ട് ഐ വുഡ് ഓൾവേസ് സജസ്റ്റ് നമ്മൾ എത്ര ടൈം ഇരിക്കുന്നുണ്ട് പഠിക്കാൻ എന്നുള്ളതിൽ ഒരുപാട് സ്ട്രെസ് ചെയ്യാതെ ഫോക്കസ് ചെയ്യാതെ നമ്മൾ ഇരിക്കുന്ന ടൈം ക്വാളിറ്റീവ് അല്ലേ പ്രൊഡക്റ്റീവ് അല്ലേ എന്നുള്ളത് എൻഷുർ ചെയ്യാൻ നോക്കുക. ബിക്കോസ് എല്ലാവരുടെ സറൗണ്ടിങ്ങും ഡിഫറെൻ്റ് ആണ്. നമുക്ക് വേറെ ആൾ ഇത്ര ടൈം ഇരിക്കുന്നുണ്ട് എന്ന് വെച്ചിട്ട് നമുക്ക് അത്ര ഇരിക്കാൻ പറ്റണമെന്നില്ല. അപ്പോൾ ഞാനൊരു ആവറേജ് 10 to 12 hours പഠിക്കാറുണ്ടായിരുന്നു. പക്ഷെ ആ സമയത്ത് ഞാൻ കേൾക്കാറുണ്ട് 15-16 മണിക്കൂർ ഡെയിലി ഇരുന്ന് പഠിക്കുന്ന ആൾക്കാരുടെ സ്റ്റോറീസ്. ഫോർ മീ ഇറ്റ് വാസ് പ്രാക്ടിക്കലി ഇമ്പോസിബിൾ. അപ്പോൾ അതിനെപ്പറ്റി ബോധഡ് ആവാതെ ടെൻഷൻ ആവാതെ വാട്ട് ഐ എൻഷുർഡ് വാസ് ഇരിക്കുന്ന ടൈം എഫക്റ്റീവാണ് പ്രൊഡക്റ്റീവാണ് എന്നുള്ളത്. വാട്ട് ഈസ് ഇമ്പോർട്ടൻ്റ് ഇസ് ഒരു നമ്മളെ ലൈഫിൽ റുട്ടീൻ കൊണ്ടുവരിക. നിങ്ങൾ ഡെയിലി ഉറങ്ങാൻ പോകുന്ന ടൈമും എണീക്കാൻ പോകുന്ന ടൈമും അത് പങ്ക്ച്വലാക്കാൻ നോക്കുക. നമ്മളൊക്കെ സ്കൂളിൽ പറഞ്ഞിട്ടുണ്ടാവും രാവിലെ നേരത്തെ എണീക്കുക, ഏർലി ടു ബെഡ് ആൻഡ് ഏർലി ടു റൈസ് മേക്സ് എ മാൻ ഹെൽത്തി വെൽത്തി ആൻഡ് വൈസ് എന്നൊക്കെ. അതൊക്കെ യെസ്, ഐ ഓൾസോ ബിലീവ് ഇൻ ദാറ്റ്. ബട്ട് എൻ്റെ ഹോസ്റ്റലിൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ പ്രാക്ടിക്കലി പോസിബിൾ അല്ലായിരുന്നു. സോ പോസിബിൾ ആവുന്ന എന്താ എന്നുള്ളത് നമ്മൾ എപ്പോഴാണ് ഉറങ്ങാൻ പോകുന്ന ടൈം, എപ്പോഴാണ് നമ്മൾ എണീക്കുന്ന ടൈം, അത് റുട്ടീൻ ഫിക്സഡ് ആയിട്ട് കൊണ്ടുവരാൻ നോക്കുക. സോ ദാറ്റ് നമ്മുടെ ബ്രെയിനും അതിലേക്ക് അഡാപ്റ്റ് ആവും. ഫസ്റ്റ് തിങ്. സെക്കൻഡ് തിങ്, കൺസിസ്റ്റൻസി കൊണ്ടുവരാൻ നോക്കുക. മേക്ക് എ പ്ലാൻ. നിങ്ങൾ ഏത് സബ്ജക്ട്സിലാണ് സ്ട്രോങ്, ഏത് സബ്ജക്ട്സിലാണ് വീക്ക്, നിങ്ങൾ ഏറ്റവും സ്ട്രെങ്ത് ഉള്ള ടൈം ഓഫ് ദ ഡേ എപ്പോഴാണ്, രാവിലെയാണോ വൈകുന്നേരമാണോ, അതിനനുസരിച്ച് നിങ്ങൾക്ക് ആ വീക്കായിട്ടുള്ള സബ്ജക്ട്സിൽ കൂടുതൽ ഫോക്കസ് റിക്വയർഡ് ആയിട്ടുള്ള സബ്ജക്ട്സ് അതിലേക്ക് ഷഫിൾ ചെയ്ത് കൊടുക്കാൻ നോക്കുക. നിങ്ങൾ ഏറ്റവും വീക്കായിട്ടുള്ള ടൈം ഓഫ് ദ ഡേ ഏതാണ്, അതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആ സമയത്ത് ഫിറ്റ് ഇൻ ചെയ്ത് കൊടുക്കാൻ നോക്കുക. ഇങ്ങനെ ഒരു റുട്ടീൻ കൊണ്ടുവരാൻ നോക്കുക, ഡിസിപ്ലിൻ കൊണ്ടുവരാൻ നോക്കുക. ഓവർ ദി പീരിയഡ് നിങ്ങൾ എഫിഷ്യൻസി ഇൻക്രീസ് ആവുക എന്നുള്ളതാണ് നമുക്ക് ഫോക്കസ് ചെയ്യാനുള്ളത്. അതല്ലാതെ ടൈമിൽ ഒരുപാട് എനിക്കിത്ര ടൈം ഇരിക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് ആലോചിച്ച് ടെൻഷൻ അടിക്കാൻ നിൽക്കണ്ട.